പ്രാവശ്യം വന്ന് നിന്നിട്ടുണ്ട്. അത്രയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ പറയുന്നത് ഇപ്പം ഇവർക്കെതിരെ കുറേയധികം എന്തോ സംഭവങ്ങൾ ഷീലാ സണ്ണി ചെയ്തു എന്നാണ് പോലീസിൽ മൊഴി കൊടുത്തേക്കുന്നത്. അതായത് ഫ്രിഡ്ജ് വാങ്ങിച്ചു, അലമാര വാങ്ങിച്ചു, ഇതിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അതായത് ഫ്രിഡ്ജും അലമാരയും വാങ്ങിച്ചത് സ്വന്തം കൈശ കൊണ്ടാണോ, ഇവർക്ക് എങ്ങനെയാ ഇത്രയും പൈസ, പഠിക്കുന്ന കൊച്ചാണ്, ഇവർക്ക് എങ്ങനെ ഇത്രയും പൈസ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ഇന്നത്തെ ടോപ്പിക്ക് അറിയോ? അറിയില്ല. ഞാൻ റാൻഡംലി ഒരു ദിവസം ഇങ്ങനെ ന്യൂസ് കാണുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടൊരു ന്യൂസാണ്. ഈ ന്യൂസ് എൻ്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ ലേഡീനെ അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഷീലാ സണ്ണി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ബാഗിൽ നിന്നും ആൾ യാത്ര ചെയ്യുന്ന സ്കൂട്ടറിനുള്ളിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കുന്നു. എന്നിട്ട് അത് കേസാവുന്നു. ആൾ സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്നു, ഞാനിത് ചെയ്തിട്ടില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. പിന്നെയാണ് ആൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 72 ദിവസം ജയിലിലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെയാണ് ആൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ വരുന്നത്, ആരായിരിക്കും, എന്തായിരിക്കും, അങ്ങനെയൊക്കെ. പിന്നെ അതൊരു കൺക്ലൂഷനിലോട്ട് എത്തുകയാണ്. ഷീലാ സണ്ണിയുടെ മോൻ്റെ ഭാര്യയുടെ അനിയത്തി ചെറുതായിട്ട് പണി കൊടുത്തതാണ്. ചെറിയൊരു പണി. എന്താണ് ആ ചെറിയൊരു പണി? ചേച്ചിയുടെ അമ്മായിയമ്മയുടെ ബാഗിലും സ്കൂട്ടറിലും മയക്കുമരുന്ന് കൊണ്ടുവെക്കുക. ഇവർക്ക് എന്താ, അത് വല്ല ഉപ്പും മുളക് പൊടിയൊക്കെയാണോ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം? അപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷനൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു ഐഡിയ വന്നത്. എന്തായാലും ഇപ്പോൾ ഷീലാ സണ്ണി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ലിവ്യ സണ്ണി എന്ന് പറയുന്ന ഈ കുട്ടി, ഷീലാ സണ്ണിയാണ് ലിവ്യ സണ്ണി ആയിട്ട്, സോറി ഗൈസ്. ലിവ്യ എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് 72 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കടന്ന ഒരു ലേഡി എന്ന നിലയിൽ ആൾ കുറേ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും ഇതൊക്കെ നോക്കാം. ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി ലിവിയ ജോസ്. ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതെന്നാണ് ലിവിയ പറഞ്ഞിരിക്കുന്നത്. കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പറയുന്നു. താൻ ബാംഗ്ലൂരിൽ മോശം ജീവിതമാണ് നയിക്കുന്നത് ഷീലാ സണ്ണിയും ഭർത്താവ് സണ്ണിയും പറഞ്ഞു പരത്തിയതാണ് പകയ്ക്ക് കാരണമെന്നും ലിവിയ മൊഴി നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ലിവിയ പറഞ്ഞതെന്ന് അഞ്ജുരാജ് പറയും. അഞ്ജുരാജ്, എന്താണെന്ന് ഇപ്പോൾ പോലീസിനെ ഈ പെൺകുട്ടി നൽകി? ഒറ്റ ബുദ്ധിക്ക് തോന്നി. ഈ ഒരു സാധനം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതെങ്ങനെയാ ഒറ്റ ബുദ്ധിക്ക് തോന്നുക? നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഈ മയക്കുമരുന്ന് കൊണ്ട് വെച്ച് എക്സൈസിനെ വിളിച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു സാധനം ഇങ്ങനെ ഈ ഒറ്റ ബുദ്ധിയാവുക എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ന്യൂസ് ഫുള്ള് കണ്ട സമയത്തും ഞാൻ ഈ ന്യൂസ് റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ലിവ്യ അല്ലെങ്കിൽ ഈ കേസിൽ വേറെന്തോ കള്ളത്തരം ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് 100% ഉറപ്പാണ്. ഇതിലിപ്പോൾ പറയുന്ന വാലിഡ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ലിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഭയങ്കര ദൂർത്തടിച്ച രീതിയിലാണ് ജീവിക്കുന്നത്, അവളുടെ സ്വഭാവം മോശമാണ് എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഇങ്ങനൊരു കേസ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വേൾഡിലുള്ള എല്ലാവരും നിങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നു? തോന്നുക, പറയില്ല. നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ അത് പറയാൻ ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനൊരു ഇത് പറഞ്ഞു, അതും നിങ്ങളുടെ കസിനല്ല, നിങ്ങളുടെ ഫിയാൻസി അല്ല, നിങ്ങൾക്കറിയുന്ന ആരുമല്ല, നിങ്ങളുടെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ്. അപ്പോഴേക്കും അങ്ങ് ദേഷ്യം തോന്നുന്നത്. അതൊരു പ്രായമായ ലേഡിയാണ്. നിങ്ങൾ ഈ ദിസ് 20 കിഡായി നിൽക്കുന്ന നിങ്ങൾക്ക് ദേഷ്യം തോന്നി പ്ലാൻ ചെയ്തുകൊണ്ട് സാധനം കൊണ്ടുവന്ന് ബാഗിലും സ്കൂട്ടറിലും വെച്ച് എക്സൈസുകാരെ വിളിച്ച് പറയാൻ മാത്രം കാണുന്നവർ മണ്ടെത്തിയല്ല. ഇതിനുള്ളിൽ വേറെ എന്തോ കഥയുണ്ട്. മുംബൈയിൽ അറസ്റ്റിലായ ലിവിയ ജോസിനെ ഇന്ന് രാവിലെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജുവിന്റെ ഓഫീസിലെത്തിച്ച ചോദ്യം ചെയ്യൽ നടത്തിയത്. കുറ്റകൃത്യത്തിൽ താനും ആൺ സുഹൃത്തായ നാരായണദാസും മാത്രമാണ് പങ്കാളികളെന്ന് ആണ് ലിവിയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സഹോദരിക്ക് പങ്കില്ല, അറിവില്ല. ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ലിവിയയ്ക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടിയെന്ന് ഷീല മകനയച്ച ശബ്ദ സന്ദേശം മരുമകൾ വഴി ലിവിയയിൽ എത്തിയതാണ് പകയ്ക്ക് കാരണമെന്നും അവർ പറയുന്നുണ്ട്. ഒപ്പം ഷീലയുടെ മരുമകളുടെ 10 സെന്റ് സ്ഥലം ഷീലയും വീട്ടുകാരും ചേർന്ന് കടം വീട്ടി താനും സഹോദരിയും അനുഭവിക്കേണ്ട സ്വത്ത് ഷീലയും കുടുംബവും നശിപ്പിച്ചു എന്ന തോന്നൽ പക ഇരട്ടിപ്പിച്ചെന്നും അവർ പറയുന്നുണ്ട്. LSD സ്റ്റാമ്പ് വെച്ച് കൊടുക്കാനുള്ള ആശയം തന്റേതായിരുന്നു. അത് പറഞ്ഞപ്പോൾ നാരായണദാസ് സഹായിച്ചു. ആഫ്രിക്കക്കാരിൽ നിന്ന് സ്റ്റാമ്പ് വാങ്ങിക്കൊടുത്തു. അതുമായി നാട്ടിലെത്തി ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലും വെച്ചു. നാരായണദാസിനെ കൊണ്ട് എക്സൈസുകാരനെ വിളിപ്പിച്ച് ഷീലയെ കുടുക്കുകയും ചെയ്തിട്ടുണ്ട്.
സമൂഹത്തിൽ ഇവരെ നാണം കെടുത്തുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതെന്നുമാണ്. എൻ്റെ പൊന്നു ഭഗവാനെ, അറിയാണ്ട് പോലും ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് എത്തിപ്പെടല്ലേ. എമ്മാതിരി ബുദ്ധിയല്ലേ. LSTO സ്റ്റാമ്പും വെക്കണം എന്നാണ് കരുതിയത്, പിന്നെ അത് മാറ്റി ഇതാക്കി. അതിന് മാത്രമുള്ള കണക്ഷൻസ് എങ്ങനെ ഈ പെൺകുട്ടിക്ക് കിട്ടിയേ? ഈ റോട്ടിൽ കൂടെ പോകുന്ന ഒരാളാണോ? അപ്പോൾ ഈ പെൺകുട്ടി ഇത് യൂസ് ചെയ്യുന്ന ആളാണോ? അല്ലെ പെൺകുട്ടിക്ക് ഈ യൂസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ? ഈ പെൺകുട്ടിക്ക് ഇതിൽ സെയിലുണ്ട്? ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് റോട്ടിൽ കൂടെ പോകുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ലേ ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയും, ഇന്നത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ചിന്താഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ഥലം വിറ്റതിൻ്റെ പേരിലും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഫാക്ച്വൽ സ്റ്റോറീസ് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൽ പറയുന്നത് സ്ഥലം വിറ്റതിൻ്റെ പേരിലും എന്താ നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലും കഞ്ചാവും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് പിടിപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയിടുക. എവിടെയാണ് നിങ്ങളുടെ ബുദ്ധി? എവിടെയാണ് നിങ്ങൾക്ക് ബോധം? എവിടെയാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നത്? എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിക്കുന്നത്. ഇവരെ 72 ദിവസം കടന്നിട്ട് അതിൻ്റെ ഇരട്ടി കിടക്കേണ്ട പരിപാടി ചെയ്തിട്ടുള്ളത്. തെറ്റ് ചെയ്ത പല കേസിലുള്ള ആൾക്കാരും പുറത്തു കൂടെ ഇങ്ങനെ വീശി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടേക്കുക. എന്തേത്ത് ലീഗൽ സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളോട് മരുമോളോട് ചോദിച്ചിട്ടുണ്ട് നമ്മളത്. അതായത് ഞങ്ങളൊരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു. അപ്പം ഞങ്ങൾ ക്ഷണിച്ച് പോയപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ, കുറേ ഫർണിച്ചറും കട്ടിലും പുതിയ ഫ്രിഡ്ജ്, അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടായി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു, അപ്പോൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ മരുമോളോട് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കും, ഇപ്പം നമ്മളൊരു കൊച്ചിനെ നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും നിന്ന് പഠിക്കും. ഇത്ര സാധനങ്ങൾ, അതും വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവൾക്ക് കിട്ടിയ? അങ്ങനെ അതിപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു, ഇപ്പം എൻ്റെ മോളുടെ പ്രായമാണ് അവൾക്ക്, അപ്പോൾ നമുക്ക് അതുമാതിരി ചോദിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ ലിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഈ പെർട്ടിക്കുലർ ലേഡിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മകനാണ് പറയുന്നത് എന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്, ഈ മോനെയും ഈ മരുമോളെയും പിടിച്ചിട്ടുണ്ട് കുറേ സത്യങ്ങൾ കിട്ടാൻ പറ്റും. ഇപ്പം ഈ വാദത്തിലൊക്കെ ഈ ലേഡിക്ക് പിന്നെയും കുറച്ച് സംശയം ഉണ്ടായിരുന്ന മരുമോളെയാണ്. വെറുതെ ഒന്നും മരുമോളെ സംശയിക്കില്ലല്ലോ, എന്തെങ്കിലും അവരുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ലിവ്യ പറയുന്നത്, ചേച്ചിക്ക് പങ്കില്ല, ഞാനും ഈ നാരായണദാസുമാണ്, ചേച്ചിക്ക് പങ്കില്ല, ഞാനും ഈ നാരായണദാസുമാണ്. എന്തായാലും പിടിച്ച് വെറുതെ എന്തിനാ ചേച്ചീനെ കൊണ്ടുപോയി ഇടുക എന്നുള്ളൊരു ചേച്ചി സ്നേഹം വന്നതായിരിക്കും. ഇതൊന്നും ആവശ്യമില്ല. തെറ്റ് ചെയ്ത ആരാണോ അവരൊക്കെ പണി കിട്ടണം. സ്നേഹിച്ച് സപ്പോർട്ടൊന്നും ചെയ്യാതെ ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? കലികാലം കൊലകാലം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. എങ്ങോട്ടാണ് നമ്മളുടെ നാടിൻ്റെ പോക്ക് എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. ഇമാതിരി ലെവലിലോട്ടൊക്കെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നതേ വലിയ പാടാണ്. വലിയ പാട് എന്ന് വെച്ചാൽ വലിയ പാട്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.